കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തീയലാണ്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ വെണ്ടയ്ക്ക, ചുവന്നുള്ളി, ഇഞ്ചി. ഇത് മൂന്നും നമ്മൾ വഴറ്റി അതിനകത്തേക്ക് തേങ്ങ വറുത്തരച്ചാണ് ചേർക്കുന്നത്. തേങ്ങ വറുക്കാൻ ആവശ്യമായ ചേരുവകൾ തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. വെണ്ടയ്ക്കും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി വഴറ്റിയെടുക്കാം. ഇതിനായി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 10 വെണ്ടയ്ക്കയും ഒരു 20 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് പൊളുത്താണ് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി അതിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ സീക്രട്ട്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയും ഉള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ വഴന്ന് വരാറായിട്ടുണ്ട്. നമുക്ക് ഒരു ശകലം നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ തേങ്ങ വറുത്തെടുക്കാവുന്നതാണ്. ഏകദേശം മൂപ്പായി തുടങ്ങി. നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്കായുടെ ആ പച്ചപ്പും ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ചപ്പ് പോയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ, പെരിഞ്ജീരകം, ഉള്ളിയും കൂടിയാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. തേങ്ങ ഒരുവിധം മൂപ്പായി വന്നുമ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, തേങ്ങ ഏകദേശം മൂപ്പായി വരുന്നുണ്ട്. കുറച്ചും കൂടി മൂക്കണം. അതിനുശേഷം വേണം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ. കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, തേങ്ങ ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് പോട്ടെ. ഇതൊരു നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ തന്നെ നമുക്കൊന്ന് നന്നായി വറുത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ശേഷം വേണം നന്നായി ഒന്ന് അരച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഇതിനകത്ത് പുളി ചേർക്കുന്നില്ല. പുളി ചേർത്ത് അതിന് വേറൊരു ടേസ്റ്റ് ആവും. പുളി ചേർക്കാതെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അതായിരിക്കും കുറച്ചും കൂടി വെണ്ടയ്ക്കൊക്കെ സ്വാദ്. പാവയ്ക്ക് തീയിലാണെങ്കിൽ നമ്മളതിനകത്ത് പുളി ചേർക്കുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ്. അതിനൊരു കയ്പൊക്കെ ഉള്ളതുകൊണ്ട്, വെണ്ടയ്ക്കയ്ക്ക് നല്ല കയ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പുളി ചേർക്കാതെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെണ്ടയ്ക്ക ഇപ്പോൾ സാമ്പാറിനൊക്കെ എല്ലാവരും കഷ്ണങ്ങൾ വാങ്ങിക്കുന്നില്ലേ, ആ കൂടെ വെണ്ടയ്ക്ക വെച്ചൊന്ന് തീയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ബർണർ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് ആറാൻ വയ്ക്കാം. ആറിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിൽ അരയ്ക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറൊക്കെ പെട്ടെന്ന് കേടുവന്ന് പോകും. ഇനി നമുക്കിത് ആറിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ച് വെണ്ടയ്ക്ക, ഉള്ളി, ഇഞ്ചി ഇതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. നമുക്കിനി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഉള്ളിയും കൂടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് അരപ്പിൻ്റെ കൊഴുപ്പൊക്കെ നമ്മൾ നോക്കുന്നത്. ഇത്രയും വെള്ളം ചേർത്താൽ മതിയാവും. ഞാനൊരു അരമുറി തേങ്ങ എടുത്താണ് ഇതിലേക്ക് അരച്ചിരിക്കുന്നത്. അപ്പം തന്നെ ഇത്രയും
കറിയാണ് നമുക്ക് അതിനകത്ത് ഉണ്ടാവുക, ഈ ഒരു കൊഴുപ്പും. ഇനി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ബർണർ ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിത് തീയിലായതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ കടുക് വറുത്തൊന്നും ഇടുന്നില്ല. ഇത്രയും ഒന്ന് തിളച്ചാൽ തന്നെ നമ്മൾ ബർണർ ഓഫ് ചെയ്യാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. തിളയൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്കിത് ബർണർ ഓഫ് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വെണ്ടയ്ക്കയും ഉള്ളിയും നമ്മളൊന്ന് വഴറ്റുന്നു. അതിനകത്തേക്ക് തേങ്ങയും പെരുംജീരകവും ചുവന്നുള്ളിയും ഇഞ്ചിയും പൊടികളും കൂടി നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ വറുത്തെടുക്കുന്നു. അത് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു. പുളി പിഴിഞ്ഞൊഴിക്കേണ്ട, പുളി പിഴിഞ്ഞൊഴിക്കാതെ ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ ബൈ.